ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൺ മാത്സ് മലയാളം. ഇത് നമുക്ക് എങ്ങനെയാണ് NTSC എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ കയറുമ്പോൾ നമുക്ക് ഈ പേജ് കിട്ടും. അപ്പോൾ അതിൽ NTSC എക്സാം 2021 എഴുതിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൻ്റെ അടിയിൽ ഓൺലൈൻ NTSC ആപ്ലിക്കേഷൻ ഫോം 2021 എഴുതിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയ ബോക്സ് ഉണ്ടാവും. ആ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം പിന്നെയും മേലേക്ക് പോവുക. അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ മേലെ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അതിനുശേഷം അടിയിൽ ഫോർ ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നിട്ട് SB കളക്ട് ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുകൊണ്ട് എഴുതിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പേജിലേക്ക് എത്തും. ഇതിലത്തെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം അടിയിൽ ഐ ഹാവ് റെഡ് ആൻഡ് ആക്സെപ്റ്റഡ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിനപ്പുറത്ത് ചെറിയൊരു ബോക്സ് ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് അമർത്താം. അതിനുശേഷം നമ്മൾ ഈ പേയ്മെൻറ്റ് സെലക്ട് പേയ്മെൻറ്റ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. അതിൽ NTSC ഫീ 2020 അത് ക്ലിക്ക് ചെയ്യുക. പിന്നെ അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടാവും. അത് ചെയ്തതിന് ശേഷം സബ്മിറ്റ് അമർത്താം. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്ന പല വഴികൾ കുറേ ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് പൈസ അടയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അടിക്കാൻ പറയും. അതെല്ലാം ഫില്ലപ്പ് ചെയ്തിട്ട് പേ ചെയ്യുക. അപ്പോൾ നമ്മുടെ നേരത്തെ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരും. അത് ഇതിൽ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് അമർത്താം. അപ്പോൾ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് പേയ്മെൻറ്റ് ഡൺ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ അടിയിൽ SB കളക്ട് റെഫറൻസ് നമ്പർ, ആ നമ്പർ നമ്മൾ എഴുതി വയ്ക്കണം. ഇനി നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത പേജിലേക്ക് പോവാം. അതിൽ ഈ നമ്പർ ചോദിക്കുന്നുണ്ട്, റെഫറൻസ് നമ്പർ റിസീവ്ഡ് ഫ്രം ദ ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ DUD എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന നമ്പർ ആയിരിക്കും റെഫറൻസ് നമ്പർ. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡിൽ റെഫറൻസ് ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഈ പൈസ അടച്ച ദിവസം, ആ ദിവസമാണ് ഡേറ്റാണ് ഈ സൈഡിൽ എഴുതേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുകൊണ്ട് അടിയിൽ എഴുതിയിട്ടുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നേരത്തെ നിങ്ങൾ കൊടുത്ത ഇമെയിൽ ID ഒരു ഇമെയിൽ വരും. അതിൽ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അതിൽ തന്നെ ഒരു ലിങ്കും കൂടി ഉണ്ടാവും. അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കയറുമ്പോൾ റൈറ്റ് സൈഡിൽ മേലത്തെ കോർണറിൽ നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്തില്ലേ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ അടിയിൽ ഓൾറെഡി രജിസ്റ്റേർഡ് യു ക്യാൻ ലോഗിൻ ഹിയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അവിടെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് അതിൽ കാണിക്കും. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം വിൽ ബി അവൈലബിൾ ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻ അപ്ഡേഷൻ, ദിസ് വിൽ ടേക്ക് 12 hours എന്നിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം 12 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഈ സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ മേലെ NTSC ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് പേഴ്സണൽ ഇൻഫർമേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ചിലതൊക്കെ നേരത്തെ തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇതിൽ എഴുതി കാണിക്കും. അതിൽ നമ്മൾ ബാക്കിയുള്ളതാണ് എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ എഴുതി കാണിക്കും സക്സസ്ഫുള്ളി അപ്ഡേറ്റ് യുവർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് OK അമർത്തുക. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കാനുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ OK അമർത്തുമ്പോൾ ആ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യാനുള്ള പേജ് കാണിക്കും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ലപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും അടിയിൽ പ്രൊസീഡ് ആൻഡ് സേവ് ആൻഡ് പ്രൊസീഡ് എഴുതിയിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ എഴുതി കാണിക്കും സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് യുവർ ഡാറ്റ, ക്ലിക്ക് OK ആൻഡ് ഫിൽ ഫാമിലി ഡീറ്റെയിൽസ്. OK അമർത്തുമ്പോൾ ഇനി ഫാമിലി ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ ഫാമിലി ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് അമർത്തുക. അപ്പോൾ അവിടെ എഴുതി കാണിക്കും സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് യുവർ ഡാറ്റ, ക്ലിക്ക് OK ബട്ടൺ. അപ്പോൾ OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് കാണിക്കും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ എമൗണ്ട് പെയ്ഡ്, റെഫറൻസ് നമ്പർ, റെഫറൻസ് ഡേറ്റ് അതെല്ലാം എഴുതി കാണിക്കും. അതെല്ലാം ശരിയാണെന്ന് ചെക്ക് ചെയ്യുക.
എന്നിട്ട് പ്രിവ്യൂ യുവർ ആപ്ലിക്കേഷൻ ആൻഡ് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേജ് കാണിക്കും. അവിടെ ഒരു ബോക്സ് ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് ഐ ഡു ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ അടിയിലത്തെ എല്ലാം ഒന്ന് വായിച്ചു വെക്കുക, എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ആ ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ എഴുതി കാണിക്കും സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് യുവർ ഡാറ്റ, പ്ലീസ് ടേക്ക് പ്രിൻ്റ് ഔട്ട് ആൻഡ് സബ്മിറ്റ് ടു HM ഓർ പ്രിൻസിപ്പൾ. നിങ്ങൾ ഈ ഒരു PDF കാണിക്കും. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ പ്രിൻസിപ്പളിന്, സ്കൂൾ പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ HMന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഓക്കെ അമർത്താം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പേജിലേക്ക് എത്തും. അവിടെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള PDF അവിടെ ഉണ്ടാവും.